അതേ അനുവാദമുള്ളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹിതരെന്ന നിലക്കുള്ള ബന്ധങ്ങൾക്ക് അനുവാദമുള്ളൂ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പല മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും ഇവിടെ ഈ സംഗമത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അവിടെ മഫ്ത ഇട്ടിട്ടൊന്നും ആരെയും കാണുന്നില്ല. മഫ്ത ഇടുന്ന ഗൈനക്കോളജി ടീച്ചേഴ്സ് ആണെങ്കിലും ഏത് ടീച്ചറാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ മഫ്ത ഇടുന്നില്ല. സാധാരണ ഞങ്ങളൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ ഫുൾ കൈയും മഫ്ത ഒക്കെ ഇടുന്ന ഞങ്ങൾക്ക് കൂടുതലുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലും സീനിയേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആ ഒരു സിറ്റുവേഷൻ വളരെ അൺകംഫർട്ടബിൾ ആണ്. പിന്നെ പ്രൊസീജിയർ ചെയ്യാനും മഫ്ത ഇടുന്ന കാരണം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രൊഫ്കോണിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു, എനിത്തൊട്ടെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അല്ലെ, എല്ലാ മെഡിക്കൽ കോളേജിലും ഓപ്പറേഷൻ തിയേറ്ററിലും കൂടി കയറുമ്പോൾ മഫ്ത ഇടുന്നു എന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മഫ്ത ഇടുന്നില്ല. അതിനെക്കുറിച്ച് ഒരു മാറ്റത്തിന് മാതൃകയാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരിശോധിക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലൊന്നും ഇസ്ലാമിൻ്റെ ഹിജാബുകളുമായി വരുന്ന മുസ്ലിം കുട്ടികളുടെ തന്നെ എണ്ണം കുറവായിരുന്നു. അങ്ങനെയല്ലേ? ഇതൊന്ന് വ്യത്യാസപ്പെട്ടു വന്നു. ഇതേപോലെ ഒരു സ്ത്രീക്കും പുരുഷനും വളരെ സ്വതന്ത്രമായി ഇടപെടാം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ. ഞാൻ ആ ഫീൽഡിലുള്ള ആളല്ലെങ്കിലും പറഞ്ഞു കേട്ട പരിചയത്തിൽ ഞാൻ പറഞ്ഞു, സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ അല്പം മാനസികമായ ടെൻഷനുള്ള ഒരു സന്ദർഭമാവുന്നതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും ഒരു സ്ത്രീ പുരുഷൻ എന്ന നിലക്കുള്ള യാതൊരു അന്തരവും പാലിക്കാത്ത രൂപത്തിലുള്ള സ്വതന്ത്രമായ ഇടപെടൽ. അതുകൊണ്ട് പലരും അവിടെ അനുവദനീയമാണ് എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണി പറഞ്ഞ ആളുകളുണ്ടല്ലോ, സൂറത്തുൻ നൂറിലെ 30-31, ആ എണ്ണി പറയപ്പെട്ട പുരുഷന്മാരല്ലാത്തവരുടെ മുമ്പിൽ ഒന്നും തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ ലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് ലഭിക്കൂല എന്ന് നബി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് അതിൻ്റെ സത്യം. അവിടെ മാറ്റിക്കൊണ്ടുവരിക. നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു മുസ്ലിമിന്റെ വേഷം ധരിക്കാം എന്ന് നിങ്ങൾ എത്രമാത്രം പ്രായോഗികമായി സമൂഹത്തിൽ കൊണ്ടുവന്നോ അതുപോലെ ഇത്തരം സ്ഥലങ്ങളിൽ മഫ്തയിട്ട് തന്നെ നമ്മുടെ ജോലികൾ നിർവഹിക്കാൻ സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടെന്ന് ആരും വിചാരിക്കരുത്. ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് പാലിക്കണം, അത് പാലിച്ച് നമ്മൾ ശീലിക്കണം. ഇനി അങ്ങനെ പാലിക്കപ്പെടാതെ പോകുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ മാതൃകയാകേണ്ടവർ ഇത്തരം പ്രോഫ്കോണുകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ തന്നെയാണ്. അതിനൊരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അതിന് എതിരായിട്ട് പറയുന്ന ഹദീസോ ആയത്തുകളോ ഒന്ന് വ്യക്തമാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുഖ്മാനിൽ വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട്. വിനോദ വർത്തമാനങ്ങളെ വിലക്കു വാങ്ങുന്നവർ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ഇത്തരം യാതൊരു പ്രയോജനവും നൽകാത്ത ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. ലയകുനന്ന മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ഒരു കൂട്ടം ആളുകൾ വരാനുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ അയക്കാരം, വ്യക്തമായ തെളിവുകൾ പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആൾക്കാർ. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്, വ്യഭിചാരവും അതേപോലെ തന്നെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സംഗീതങ്ങളും അനുവദനീയമായി കാണുന്ന കുറച്ചാളുകൾ വരാം എന്നാണ്. എൻ്റെ സമുദായത്തിൽ പിൽക്കാലത്ത് വന്നു ചേരുമെന്ന് നബി സ്വല്ലല്ലാഹു പ്രവചിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിനെതിരായിട്ടുള്ള പരാമർശങ്ങളാണ്. ഒരു നിലക്കും സംഗീതങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. പാട്ടിനെ നിങ്ങൾ വേറെ കാണും. പാട്ട് പാടാൻ പറ്റുമോ നമ്മുടെ ശബ്ദത്തിൽ? പാട്ട് പാടുന്നതിന് വിരോധമല്ല, പക്ഷെ മ്യൂസിക്കുകളാണ് ഇതിൽ നിരോധിക്കപ്പെട്ട കാര്യം. എന്താണ് ആ മ്യൂസിക്കിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പലരും പല പ്രയോജനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അതൊന്നും തെളിയിക്കപ്പെട്ടതല്ല. പിന്നെ അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് പരിശോധിക്കപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫലാ വറബ്ബിക ലാ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, തർക്കമുള്ള കാര്യങ്ങളിൽ നിന്നെ വിധിവർത്താവായി സ്വീകരിക്കുന്നത് വരെ മുഹമ്മദ് നബിയെ നിന്റെ രക്ഷിതാവാണ് സത്യം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വാസികളാകാൻ പറ്റുകയില്ല എന്നാണ്. അതൊരു വ്യക്തമായ തീരുമാനമാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതിൽ നമുക്കൊരു അഡിക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല. പലപ്പോഴും വളരെ കാര്യഗൗരവത്തോടു കൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അതിലുപരി ഇപ്പോൾ കണ്ടു തുടങ്ങുന്ന കാര്യം
ഇത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാനസികമായ പ്രശ്നങ്ങളും മാനസികമായ വൈകല്യങ്ങളും കണ്ടു തുടങ്ങുന്നു എന്നത് അതിൻ്റെ അപകടാവസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. മാറ്റിവെക്കുക എന്താ പ്രയോജനം? ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവും ആ കാര്യത്തിലില്ല. ആ നിലക്ക് അപ്പോൾ മാറ്റിവെക്കണം എന്നറിയുമ്പോൾ എനിക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പ്രയോജനരഹിതമായ നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന ഒരു കാര്യം മാറ്റിവെക്കൂ എന്ന് പറയുമ്പോൾ വളരെ അത്ര ഗൗരവപരമല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും അതിന് മാനസികമായി വിധേയരായിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാം വിരോധിച്ചു എന്ന് പറഞ്ഞൊരു കാര്യത്തെ വിരോധമായി തന്നെ കാണുക, അതിലൊരു നന്മയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. പണ്ട് കാലം മുതൽക്കേ പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായക്കാർക്കിടയിൽ ഈ മലബാർ മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ശൈശവ വിവാഹം. ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും കണ്ടുവരുന്നു. ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഒരുപാട് തെളിവുകൾ കാണിക്കുന്നത്. ഇതിന് ശൈശവ വിവാഹത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തത്, ഇസ്ലാം എന്ന് പറയുന്നത് കുടുംബ ഭദ്രതയെ പിന്തുണയ്ക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമാധാനത്തിൻ്റെ മതമാണ്. പക്ഷേ അതോടൊപ്പം ഇസ്ലാം ബഹുഭാര്യത്വത്തെ പിന്തുണയ്ക്കുന്നു. ഒരു തരത്തിൽ ഇത് കുടുംബ ഭദ്രതയെ ബാധിക്കുന്നില്ല? രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് ശൈശവ വിവാഹം എന്നതാണ്. ഒരു പ്രായപൂർത്തി എന്ന് പറയുന്നതിൻ്റെ സമയം എത്രയാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വയസ്സല്ല പ്രായപൂർത്തി. 18 വയസ്സായാലാണ് എല്ലാ സ്ത്രീകളും പ്രായപൂർത്തി എത്തുന്നത്, അല്ലെങ്കിൽ 19 വയസ്സായാലാണ് എല്ലാ സ്ത്രീകളും പ്രായപൂർത്തി എത്തുന്നത്. ഇസ്ലാമിൽ പ്രായപൂർത്തിക്ക് വെച്ച ഒരു സ്ത്രീക്കൊരു പ്രായപൂർത്തി ആവുക എന്നുള്ളതിൻ്റെ സമയം മെൻസസ് ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രായപൂർത്തി, ഒരു സ്ത്രീയുടെ പ്രായപൂർത്തി. ഒരു മെൻസസ് ആയിൻ്റെ സമയം ആയി കഴിയുന്നതോടുകൂടെ ഒരു സ്ത്രീ മതപരമായ എല്ലാ കർമ്മങ്ങളും നിർബന്ധമായ കർമ്മങ്ങളും ചെയ്യാൻ അവൾ ബാധ്യസ്ഥയായി. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പക്ഷേ 9 വയസ്സ് മുതൽ അല്ല 8 വയസ്സ് മുതൽ ഒരുപക്ഷെ 21, 22, 24, 25 വയസ്സ് ഒക്കെ പല വയസ്സുകളിലും പല സന്ദർഭങ്ങളിലുമായിട്ടാണ് പലപ്പോഴും ഇത് പ്രായപൂർത്തി ആരംഭിക്കാറുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുള്ളതും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിവാഹം അത് ശൈശവ വിവാഹമാണെന്നോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വിവാഹമാണോ എന്ന് പറയാനുള്ള അടിസ്ഥാന മാനദണ്ഡം അതാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു വിവാഹ ജീവിതത്തിനെ മാനസികമായും ശാരീരികമായും ഏതു സന്ദർഭത്തിൽ പക്വത പാലിക്കുന്നുവോ ആ സന്ദർഭത്തിലാണത് നടക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ സ്വാഭാവികമായും അതിൻ്റെ സമയം നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ സാധാരണഗതിയിൽ അതിന് പറയാനുള്ളൊരു കാര്യം പ്രവാചകന്റെ വിവാഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നത് കുറച്ച് നേരത്തെ സന്ദർഭത്തിലാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്ന നിലക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെന്ന നിലക്കും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ വിവാഹം നടക്കുമ്പോൾ നബിയെക്കാളും 15 വയസ്സോളം പ്രായം അധികമുള്ളവരായിരുന്നു നബിൻ്റെ ആദ്യ ഭാര്യ. പ്രായം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന പല വിവാഹങ്ങളും വിധവകളോ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളോ ആയിരുന്നു. ഈ കൂട്ടത്തിൽ വളരെ കാലഘട്ടം ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം നീണ്ട കാലഘട്ടം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങളും ഇസ്ലാമിക സന്ദേശങ്ങളും നമുക്ക് പകർന്നു തന്നത് പ്രവാചകന്റെ ഈ പത്നിയായിരുന്നു. കുറച്ച് നേരത്തെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ കാലം പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജീവിക്കുകയും ഇസ്ലാമിൻ്റെ ഒട്ടനവധി കാര്യങ്ങളെ പകർന്നു തരികയും ആ വിവരങ്ങൾ നമുക്ക് എത്തിച്ചു തരികയും ചെയ്യുന്നതിന് ആ വിവാഹം സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ സമ്മതം ഒരു വിവാഹത്തിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ സമ്മതത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതോടുകൂടെ തന്നെ ഇതിലുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് സമ്മതമല്ലെങ്കിൽ പിതാവിന് നിർബന്ധപൂർവ്വം അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവകാശമില്ല. വിധവയാണെങ്കിൽ അവൾ വാക്കാൽ പറയണം, കന്യകയാണെങ്കിൽ അവളുടെ മൗനമായിട്ടെങ്കിലും അനുവാദം വേണം. അതുകൊണ്ട് പെൺകുട്ടികൾ ആശങ്കപ്പെടേണ്ടതില്ല. സ്വന്തം അനുവാദപ്രകാരം മാത്രമേ
വിവാഹം ചെയ്തു കൊടുക്കാൻ അവകാശമുള്ളൂ. ആ അവകാശം നൽകുന്നതോടുകൂടെ വിവാഹത്തിലൂടെ ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് വരാനുള്ള വാതിലുകൾ അവിടത്തോടുകൂടെ അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം സമ്മതത്തോടും അനുവാദത്തോടും കൂടെയാണ് അത് ചെയ്യേണ്ടത്. അനുവാദം ഇല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യായവും